ഹലോ ഫ്രണ്ട്സ്, കൂലി ഇന്ന് റിലീസായി. ആദ്യത്തെ ഷോ തന്നെ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യില്ല. ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ടേ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ വീഡിയോ കണ്ടിറങ്ങിയ ഇപ്പോൾ അങ്ങോട്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഉടനെ ഇത് പോസ്റ്റ് ചെയ്യുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാനിത് പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോൾ അപ്പം തന്നെ അതിന് അഭിപ്രായം പറയുക എന്നുള്ളത് അത് നമ്മൾ സിനിമയോട് ചെയ്യുന്നൊരു ചതിയാണ്. കാര്യം എനിക്കൊക്കെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയുടെ പിന്നിലൊക്കെ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ഉണ്ട്. സിനിമ അടിപൊളിയാണ്, കുഴപ്പമില്ല. സിനിമയുടെ അനിരുദ്ധിൻ്റെ പേര് എടുത്ത് പറയണം കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളി കിടുവാക്കിയിട്ടുണ്ട്. BGM ഒന്നും വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാനേ ഇല്ല. എല്ലാവർക്കും അറിയാം. അനിരുദ്ധിൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ പോയി കാണണം. പിന്നെ രജനി സാറ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ കൊണ്ട് മാത്രമല്ല ഞാൻ പോയതിന് പ്രധാന കാരണം ലോകേഷ് കനകരാജിൻ്റെ സിനിമ ആയതുകൊണ്ടാണ്. അപ്പോൾ സാറ് ഇതിനകത്ത് തിമിർത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അത് സമ്മതിച്ചു കൊടുക്കണം. പുള്ളിക്കൊരു സല്യൂട്ട് കൊടുക്കണം അതിന്, ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതിന്. ഡാൻസ് ആയാലും ഫൈറ്റ്സ് ആയാലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈല് പറയണ്ടല്ലോ, സ്റ്റൈലൊന്നും ഒരു രക്ഷയില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെ സ്റ്റൈലിട്ട് കാണിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ ഇങ്ങനെ തോന്നും. പിന്നെ എന്താ പറയുക, സിനിമയുടെ സ്ക്രിപ്റ്റ് ചില സ്ഥലത്തൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. പിന്നെ സൗബിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനും വേറെ ലെവൽ. പിന്നെ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാന്നുള്ളത് സിനിമ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത്രയും കാശ് സിനിമയിൽ ചിലവാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഒരു 30 വർഷത്തെ പുറകിൽ കാണിക്കുന്നു. അതിനകത്ത് രജനീകാന്തിനെ സത്യരാജ് സാർ പിന്നെ ഒരു ഏജിലായിട്ട് തോന്നി. പക്ഷേ രജനീകാന്ത് സാറിനെയൊക്കെ ചെറുപ്പമായിട്ടൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു കേട്ടോ. ഒക്കെ ആയിരിക്കും ആ സംഭവം, പക്ഷെ അതൊക്കെ സൂപ്പറായിട്ട് കാണിച്ചു. പിന്നെ ഈ ഒരുപാട് സ്റ്റാറുകളെ കൊണ്ടുവന്ന് അമീർ ഖാനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് മറ്റേ നമ്മൾ വിക്രത്തിലൊക്കെ അത് കണ്ടതാണ്, റോളക്സ് ഒക്കെ വരുന്നത്. പക്ഷെ നെൽസൺ ആ ജയിലറിൽ ലാലേട്ടനെയും ജാക്കി ഷറഫിനെയൊക്കെ ഉപയോഗിച്ച് എവിടെയൊന്നും അത് കറക്റ്റ് സ്പേസ് ഒരു പ്ലേസ് ചെയ്ത് അത് കൊള്ളായിരുന്നു. പക്ഷെ ഇതിൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇങ്ങനെ വെറുതെ നിർത്തിയതുപോലെ തോന്നുന്നു. ഈ സിനിമയിൽ ഇങ്ങനെ ചുമ്മാ കുറേ സ്റ്റാറുകളെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്ത പോലെ തോന്നി. പലയിടത്തും ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അത്രയും നമുക്ക് വരുന്നില്ല അങ്ങോട്ട്. അതായത് ലോകേഷ് കനകരാജിൻ്റെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, ആ ഫയർ എവിടെ നമുക്ക് കിട്ടുന്നില്ല ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ. അതൊരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഒന്നും ഇല്ല സിനിമയിൽ എടുത്തു പറയാൻ. പിന്നെന്താ സൂപ്പർ സ്റ്റാർ വിളയാടി സിനിമയ്ക്കകത്ത്, അത് പറയാതെ വയ്യ. പുള്ളിയുടെ ഡയലോഗും നോട്ടമൊക്കെ സ്റ്റൈലും ഒക്കെ വേറെ ലെവലാണ്. ലിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ലിയോയുടെ അത്രയൊന്നും എത്തിയിട്ടില്ല സിനിമ. അതായത് വിക്രത്തിൻ്റെ അത്രയൊന്നും എത്തിയിട്ടില്ലെന്ന് നമുക്കറിയാം. കാര്യം വിക്രം വേറെ ലെവൽ സിനിമയായിരുന്നു, കണ്ടിറങ്ങിയപ്പോൾ ഗൂസ് ബംസ് ആയിരുന്നു നമുക്ക്. പക്ഷേ ഈ സിനിമ അത്ര എത്തിയിട്ടില്ല. ഈ സിനിമ ലിയോയുടെ അത്രയും പോലും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ചിലപ്പോൾ അത്രയും പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് വരാത്തത് കൊണ്ടായിരിക്കാം ഈ സിനിമയിൽ അങ്ങനെ തോന്നിയത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ട്വിസ്റ്റ് ഉള്ളത്, നമുക്ക് ചില ട്വിസ്റ്റൊക്കെ നേരത്തെ നമുക്ക് മനസ്സിലാവും, ആദ്യമേ നമുക്ക് മനസ്സിലായി പോകുന്നുണ്ട്. ചില ട്വിസ്റ്റൊക്കെ കൊള്ളാം, അത് അടിപൊളിയാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ കൂട്ടുകാരെ പാസം മറ്റേ അങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ്സൊക്കെ അതൊക്കെ ഒരു 90കളിലൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് വീണ്ടും അതൊക്കെ ഇങ്ങനെ വരും തോറും നമുക്ക് അതൊന്നും അങ്ങോട്ട് ആ ഡയലോഗുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻഡ് അത്ര പോരായിരുന്നു. ക്ലൈമാക്സ് പോയിട്ട് അവസാനം എന്തോ അങ്ങോട്ട് ഒരു സൂചിച്ചില്ല സിനിമയ്ക്ക്. പിന്നെ സ്ക്രിപ്റ്റ് അത് ഒപ്പിച്ചു എന്ന് പറയാനേ പറ്റൂ. നല്ലൊരു സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മേക്കിംഗ് അടിപൊളിയായിരുന്നു, മേക്കിംഗ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിന് അത് ലോകേഷ് കനകരാജ് അടിപൊളിയായിട്ട് ചെയ്യും. ഫൈറ്റ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫൈറ്റ്സിൽ എപ്പോഴും മറ്റേ ഈ പാട്ടിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആ പരിപാടി നമ്മൾ ഇത് ലിയോയിൽ കണ്ടതാണ്, അതുപോലുള്ള പരിപാടി. അത് ചില സമയത്ത് ചില സിനിമകളിലൊക്കെ ഓക്കെ, തുടരെ അതൊക്കെ വരുമ്പം നമ്മളതൊക്കെ മടുക്കുന്നുണ്ട്. നമ്മൾ വേറെ അല്ലേ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ മുന്നേ കണ്ടത് തന്നെ കാണാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ കാര്യം നമ്മൾ എന്തൊക്കെ കണ്ടിട്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള തുടരെ സിനിമകൾ കണ്ടിട്ടിരിക്കുമ്പം വീണ്ടും അത് തന്നെ പോയി കാണുമ്പോൾ നമുക്ക് ബോറടിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. കാര്യം നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുമല്ലോ. കാര്യം നല്ലൊരു പ്രോജക്റ്റായിട്ടായിരിക്കും ഇപ്പം ലോകേഷ് സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് ചെന്ന് കാണുക, അമീർ ഖാൻ്റെ അടുത്ത് ചെന്ന് കാണുക. അപ്പോൾ അവരൊക്കെ എസ് പറയുക, അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനെ അത്രയും ഒരു ഇത് കിട്ടിയില്ല. ഇത്രയും വലിയ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു
ഒരു വേറെ ലെവൽ ഞാൻ പ്രതീക്ഷിച്ചു. ചിലപ്പം എൻ്റെ പ്രതീക്ഷ ഭയങ്കര ഹൈ ആയത് കൊണ്ടായിരിക്കാം ഈ സിനിമ എനിക്ക് അങ്ങനെ തോന്നിയത്. ഓവറോൾ ഒരു 10 ഒരു 6.5 7 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ സിനിമ. നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും ഇല്ല, വിചാരിച്ച അത്രയില്ല. സാധാരണ ഇനിയിപ്പോൾ കുറച്ച് തള്ളൊക്കെ എടുക്കുമായിരിക്കാം ആളുകൾ. നമുക്ക് കണക്റ്റ് ആവുന്നില്ല. ഇമോഷണലിലേക്ക് നമ്മളെ പിടിച്ച് കണക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് സിനിമ എവിടെയൊക്കെ, പക്ഷെ അതൊന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും കൗരവറൊക്കെ ഫീൽ ചെയ്തു കേട്ടോ സിനിമ. കൗരവറൊക്കെ കയറി വന്നു ഇടയ്ക്കെപ്പോഴും. നമ്മുടെ മമ്മൂക്കട കൗരവറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് സിനിമ. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലതിലുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന അത്ര ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ വിക്രം, ലിയോ അത്രയൊന്നും പ്രതീക്ഷിക്കാതെയൊക്കെ പോയി കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ രജനീകാന്ത് സാറിന് അത് പ്രത്യേകം പറയണം നമ്മൾ കേട്ടോ. അത് സമ്മതിക്കണം സൂപ്പർ സ്റ്റാറിന്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതിന്. നമ്മളൊന്നും ആ പ്രായത്തിൽ എഴുന്നേറ്റ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല, അഥവാ ഇന്ത്യയിൽ തന്നെ എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും അറിയില്ല. ആ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനൊക്കെ പുള്ളിയെ ഡെഡിക്കേഷനാണ് അത് പുള്ളിയുടെ. നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. പ്രൊഫഷനോട് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥത കാണിക്കണമെന്നൊക്കെ അവരെയൊക്കെ കണ്ട് പഠിക്കണം. ഒരു രക്ഷയില്ല. പുള്ളി പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ലോകേഷിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ബൈ.